ഹലോ ഗൈസേ, ഞങ്ങൾ ഇന്ന് വെളിയിലോട്ട്, ഇന്ന് സൺഡേ അല്ലായിരുന്നോ, ഉച്ചകഴിഞ്ഞ് ഫ്രീ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് വെളിയിലോട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ എവിടെ പോകുന്ന അറിയത്തില്ല, പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണിക്കാവേ. ഇതുണ്ടോ ഗൈസേ, ചെറിയ തൂണും വലിയ പാലവുമാണ്. ഇതിപ്പം മെട്രോയുടെ ആണോ ഫ്ലൈ ഓവറിന്റെ ആണോ, ഫ്ലൈ ഓവർ ആണോന്ന് എന്താ അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇത് കണ്ടോ ഗൈസേ, കാർ അടിക്കടിക്ക് ഒന്നിന്റെ മേളില് കാർ അടിക്കി വെച്ചിരിക്കുക. കാണാൻ പറ്റിയോന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇത് കാണിക്കാവേ. ഗൈസേ, ഞങ്ങള് ഡിമാർട്ടിൽ, പഴയ ഡിമാർട്ടിൽ വന്ന എന്തോ തിരക്കാന്നറിയാം. അതാ ഇത്രയും ഞങ്ങള് വൈകിയത്. ഞങ്ങള് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒത്തിരി സാധനത്തിന് ഓഫറുണ്ട്, വിലക്കുറവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണേ. ബില്ലടിക്കാൻ നിൽക്കുന്ന തിരക്കാണ്. ഡിമാർട്ടിൽ ഭയങ്കര തിരക്കാണ്. നോക്കി എന്നാ തിരക്കാന്നറിയാമോ ഏട്ടാ. ഇതാണ്ടേ ബില്ലടിക്കാൻ നിൽക്കുമോ, എത്ര നേരം കൊണ്ട് ക്യൂ ആണെന്നറിയാമോ നിൽക്കുന്നത്. ഷോപ്പ് ചെയ്ത് ഇറങ്ങുക. എൻ്റെ അവക്കൂട്ടൻ ട്രോളി തള്ളിക്കൊണ്ട് അങ്ങ് പോവുക. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. അപ്പനും മക്കളും കൂടെ ഇറങ്ങുക. ഇനി ഐസ്ക്രീം കൂടെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ നിൽക്കുക, ലിഫ്റ്റ് നോക്കിയിരിക്കുക. ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് ക്യൂ നിൽക്കുക. ലിഫ്റ്റ് കയറണം പോലും ക്യൂ ആകുന്നില്ല. ഭയങ്കര എന്തോ തിരക്കാണെന്നറിയാമോ ഡിമാർട്ടിൽ. ഒക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ നോക്കി. ലിഫ്റ്റ് നോക്കി, ഇതുവരെ ലിഫ്റ്റ് വന്നിട്ടില്ല. അതെ, അതിന് കുറേ നേരമായിട്ട് നോക്കി നിൽക്കുക. അപ്പോഴത്തേക്ക് ലിഫ്റ്റ് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തിങ്ങനെ ഇടയിങ്ങനെ ട്രോളി ലിഫ്റ്റ് വന്നു നിൽക്കുക. അച്ഛേ, ട്രോളി തള്ളിക്കൊണ്ട് പോവാ. ലാസ്റ്റ് ഇത്രയും സാധനം ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി. ഇതെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛ വണ്ടി എടുക്കാൻ വേണ്ടി പോവാ. അച്ഛക്കുള്ള അതിശയമാണ് ഇത്രയും സാധനം വാങ്ങിച്ചത്. KL4 X5000. പെട്ടെന്ന് സാധനം എടുത്ത് വെക്കടാ. എല്ലാവരും അപ്പനും മക്കളും കൂടെ കൂട്ടിയിട്ടിരിക്കുക. ഇവിടെ ക്യൂ ആയതുകൊണ്ടാണ്. നോക്കിയേ, ആ ഡോറെല്ലാം അടച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ അച്ഛ വണ്ടി എടുത്തു ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ്. ഇതിലെക്കൊണ്ട് വെച്ച് 8 മണിയായിരുന്നു നമ്മള്. ഞങ്ങളിപ്പോ പോയ ഡിമാർട്ട് എലഗങ്കയില് അവിടാണ്. ഇത് പഴയതില്ല. ഇത് പക്ഷെ ഞങ്ങക്ക് പുതിയതിനേക്കാളും ഇഷ്ടപ്പെട്ട പഴയതായിരുന്നു. പക്ഷെ നല്ല എന്താ പറയുന്ന സാധനങ്ങളൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു, റേറ്റ് കുറവായിരുന്നു, നല്ല ഇതായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും എടുക്കാനൊക്കെ പറ്റി. ഇനിയിപ്പോൾ ഒന്നുകൂടെ വരണം. ഞങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിൽ തുറക്കുമ്പോഴത്തേക്ക് അവിടെ ബുക്കും ബാഗും എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം പർച്ചേസ്. ബില്ലടിക്കാൻ തന്നെ നമ്മൾ 1 മണിക്കൂർ ക്യൂ നിൽക്കണം. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അത് ബില്ലടിച്ചിട്ട് നമ്മൾ വെളിയിൽ വന്നാലോ, കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് പോകണേ, ലിഫ്റ്റേ പോകണമെങ്കിൽ അവിടെ ഉണ്ട് 1.25 മണിക്കൂർ ക്യൂ നിൽക്കണം. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പക്ഷേ കേട്ടോ, വില കുറച്ചാട്ടോ സാധനങ്ങളെല്ലാം. അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. സാധനത്തിന് എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളെല്ലാം, വിലക്കുറവും കാര്യങ്ങളെല്ലാം. ഈ ഹനുമാനെ കേട്ടോ നെറ്റിൽ കൂടെ, ഇത് നെറ്റ് ഇട്ടിരിക്കുവാണേ. അപ്പോൾ ഈ നെറ്റിൽ കൂടെ ഇത്ര ഹനുമാനല്ല നെറ്റ് ഇട്ടിരിക്കുന്നത്, നമുക്ക് കാറിനകത്ത് നെറ്റുണ്ട്. അപ്പം അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഹനുമാനല്ലേ അച്ഛേ? ഇതെന്താ ശനി, അതാണോ അച്ഛേ? ശനി അമ്പലമാണോ അച്ഛേ? ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണോ? ഉണ്ടോ? എന്നോ വലിയ സ്റ്റാച്ചു ആണെന്ന് നോക്കി, ഭയങ്കര വലുതാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോക്കകത്ത് എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല.
രവിക്കുട്ടനെ വാങ്ങിച്ച ബനിയനും എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാ, എന്റെ ഫേവറേറ്റ് സിനിമ. ആരെങ്കിലും കാണുന്നുണ്ടെ കമന്റ് ചെയ്യണേ. വൺ പീസ് നല്ലൊരു സിനിമയാണ്, എല്ലാരും കാണുക കേട്ടോ, നല്ല സിനിമയാണ്. ഞാൻ വരച്ച ഈ പടവും ഈ ബനിയനും എല്ലാം ഇത് തന്നെ. വൺ പീസിലെ വൈസ് ക്യാപ്റ്റൻ ആയ സോറോയാണിത്. ആരാടാ വൈസ് ക്യാപ്റ്റൻ, വൺ പീസിലെ വൈസ് ക്യാപ്റ്റൻ. ഈ വൺ പീസ് എന്തോ? വൺ പീസ് എന്ന് പറയുന്ന സിനിമയാ. ആണോ? അതിനകത്തെ വരച്ച പടം കാണിച്ച്. പടം സോറോ. സോറോയോ? സോറോ. അത് തന്നെ ബനിയന് മോന്റെ. അച്ഛൻ വാങ്ങിച്ചിട്ടുള്ള സാധനം സൂപ്പർ ഡ്രസ്. നല്ലതാണ്. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഇത്രയും. ചേട്ടായുടെ സാധനങ്ങളാണ് ഇത്, മക്കളുടെ സാധനങ്ങൾ, ഈ ഡ്രസ്സ് മൊത്തം എൻ്റേത്. പിന്നെ എല്ലാവരും അവർക്ക് ഇത്രയും ബിസ്ക്കറ്റൊന്നും. എനിക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് മസ്റ്റാണ്. ബിസ്ക്കറ്റ്. പിന്നെ മോൻ നന്നായിട്ട് പടം വരയ്ക്കുമല്ലോ, അപ്പോൾ അതിന് വാങ്ങിച്ച കളർ പെൻസിൽ, അതിൻ്റെ മാർക്കർ വാങ്ങിച്ചതാണ്. പിന്നെ എന്താ ജ്യൂസ്, പിന്നെ ഓയിലും അങ്ങനത്തെ വീട്ടിൽ പാചകത്തിന് വേണ്ട സാധനങ്ങളെല്ലാം അങ്ങനെ അതെല്ലാം വാങ്ങിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ ചെരുപ്പുണ്ടായിരുന്നു, അത് പിള്ളേർ ഇട്ടുകൊണ്ട് പോയേ.